തദ്ദേശ വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് AAY റേഷൻ കാർഡ് സ്വന്തമാക്കിയെന്ന ജനം TV വാർത്തയിൽ നടപടിയുമായി സപ്ലൈ ഓഫീസ് അധികൃതർ. ആലുവ സ്വദേശിനിയായ യുവതിക്ക് നേരെയാണ് നടപടി. വർഷങ്ങളായി ചൂർണിക്കര പഞ്ചായത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന സനുമോളാണ് ചട്ടവിരുദ്ധമായി മുൻഗണനാ റേഷൻ കാർഡ് സ്വന്തമാക്കിയത്. സുധീഷ് ചേരുന്ന വിവരങ്ങളുമായി. സുധീഷ്, എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? വീണ, ഇത് 2021 സനുമോൾ എന്ന പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ടെക്നിക്കൽ അസിസ്റ്റൻ്റായി താൽക്കാലികമായി ജോലി ചെയ്യുന്ന യുവതി ആലുവ സ്വദേശിനിയാണ്. ഇവർ അനർഹമായിട്ട് AAY റേഷൻ കാർഡ് സ്വന്തമാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ മാസം വരെയും റേഷൻ വാങ്ങുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതിയും ജനം TV വാർത്തയും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് താലൂക്ക് സപ്ലൈ ഓഫീസർ റേഷനിങ് ഇൻസ്പെക്ടറെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത്. ഇതിൽ അന്വേഷണത്തിൽ അനർഹമായിട്ട് റേഷൻ കാർഡ് സ്വന്തമാക്കിയതായും 20,000-ന് മുകളിൽ ശമ്പളം കൈപ്പറ്റുമ്പോഴാണ് ഇത്തരത്തിൽ റേഷൻ കാർഡ് സ്വന്തമാക്കിയതെന്നും വ്യക്തമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മഞ്ഞ റേഷൻ കാർഡ്, അതായത് AAY യുടെ മുൻഗണന ലഭിക്കുന്ന റേഷൻ കാർഡ് റദ്ദ് ചെയ്യുകയും അത് വെള്ള കാർഡിലേക്ക് മാറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ 70,565 രൂപ പിഴയായി അടയ്ക്കാനുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് 20,000-ന് മേളിൽ ഇവർ ശമ്പളം വാങ്ങുമ്പോൾ തന്നെ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുകയാണ്. അതിലുപരി ഇവരുടെ വീടുകൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലെല്ലാം വലിയ വരുമാനവും വലിയ ആർഭാട ജീവിതവും നയിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ അനർഹമായി റേഷൻ കാർഡ് സ്വന്തമാക്കിയിരുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഉയരുന്ന ആവശ്യം, നാട്ടുകാരിൽ നിന്നും മറ്റും ഉയരുന്ന ആവശ്യം, ഇത് ആരാണ് ഇത്തരത്തിൽ റേഷൻ കാർഡ് തരപ്പെടുത്തി നൽകിയതെന്നുള്ളതും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ബോധപൂർവ്വം ഒരു പഞ്ചായത്തിൽ ജോലി ചെയ്യുമ്പോൾ ഇത്തരം റേഷൻ കാര്യങ്ങളടക്കം BPL അത്തരം വിഭാഗങ്ങളെ തരംതിരിക്കുന്നതിലടക്കം ഇടപെടാറുള്ള ഒരു സ്ഥാപനം കൂടിയാണ് പഞ്ചായത്ത്. അത്തരം ഒരു പഞ്ചായത്തിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ബോധപൂർവം ഇത്തരത്തിൽ റേഷൻ കാർഡ് സ്വന്തമാക്കിയ സനുമോൾക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യം ഉയരുന്നു. അതിലുപരി ഇത്തരത്തിൽ തരപ്പെടുത്തി നൽകിയതിന് പിന്നിൽ ആരൊക്കെയുണ്ട്? വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയ വില്ലേജ് ഓഫീസർ അടക്കമുള്ളവർ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അതോടൊപ്പം തന്നെ മൊത്തത്തിൽ തന്നെ ഒരു പരിശോധന, ഇത്തരത്തിൽ അനർഹമായി ആരൊക്കെ റേഷൻ കാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു പരിശോധന കൂടി വേണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. നിലവിൽ സനുമോൾ വിദേശത്താണുള്ളത്. അതും താൽക്കാലിക ജീവനക്കാരിയെ ഇവിടെ ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്നും രാജിവെക്കാതെ അവധിയെടുത്താണ് പോയിരുന്നത്. കഴിഞ്ഞ 12 വർഷമായി ചൂർണിക്കര പഞ്ചായത്തിൽ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻ്റായി ജോലി ചെയ്യുന്ന, അത് രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പേരിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇത്. അപ്പോൾ അത്തരം രാഷ്ട്രീയ സ്വാധീനം ഈ റേഷൻ കാർഡ് സ്വന്തമാക്കുന്നതിലടക്കം അത്തരം അനർഹമായ പല നേട്ടങ്ങളും കൈവരിക്കുന്നതിലും ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനായാലും ജനം TVയുടെ ഒരു ഇമ്പാക്റ്റായി കൂടി നമുക്ക് ഈ നടപടിയെ കണക്കാക്കാനും സാധിക്കും. വീണ. ഓക്കെ, ശരി സുധീഷ്.